നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്ത് 2 ദിവസം കൊണ്ട് വളരെയധികം ചൂട് പിടിച്ച് നടക്കുന്ന ഒരു ചർച്ചയാണ് PR. അവൻ PR കൊടുത്തിട്ടുണ്ടോ, ഇവൻ PR കൊടുത്തിട്ടുണ്ടോ, അവന്റെ PR അങ്ങനെയാണോ, ഇവന്റെ PR ഇങ്ങനെയാണോ, പട്ടി ആടാക്കുന്നു, ആടിനെ കഴുതിയാക്കുന്നു, കഴുതിയെ കുരങ്ങനാക്കുന്നു. ഇതാണ് 2 ദിവസം കൊണ്ട് ഫുൾ ബിഗ് ബോസ് ഹൗസിലെ ചർച്ച. ഇതിനകത്ത് ആദില നൂറ വന്നിട്ട് അനീഷിനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. അനീഷ് വയല് വിറ്റു, പാടം വിറ്റു, PR കൊടുത്തു, ലക്ഷങ്ങളുടെ PR എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരമൊക്കെ ഉണ്ടായി. അനീഷാണ് എൻ്റെ പൊന്ന് ബിഗ് ബോസ്, ഞാൻ മനസ്സാവാജ കർണാടക അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ ആദില നൂറയുടെ PR നമുക്ക് വരാം, അനീഷിന്റെ PR വരാം, അനുമോളുടെ PR വരാം. അപ്പോൾ PR ആണ് വിഷയം. ബിഗ് ബോസ് കണ്ടന്റ് താല്പര്യമുള്ളവർ എല്ലാവരും കയറുവായോ, വരുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒക്കെ ഒന്ന് ചെയ്തു തരാം കേട്ടോ. കൂടുതലായിരിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടന്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് ബിഗ് ബോസ് വീടിനകത്ത് മൊത്തം നടക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ PR ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ PR എന്താണെന്ന് അറിയാത്തവരുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഒരു തരം മാർക്കറ്റിംഗ് ആണ് ഈ PR എന്ന് പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ജിൻഡോയെ വിജയത്തിലേക്ക് എത്തിച്ചത് ഈ PR ആണെന്ന് പറയപ്പെടുന്നു. ആ PR തന്നെയാണ്, അതായത് ജിൻഡോയെ വിജയിപ്പിച്ച അതേ PR തന്നെയാണ് ഇപ്പൊ അനുമോളെ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഈ അനുമോളെ സമീപിച്ച, ജിൻഡോയെ വിജയിപ്പിച്ച അനുമോളെ സമീപിച്ച അതേ PR അക്ബറിനെ സമീപിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. സോ ഇതിനകത്തൊരു PR കളിയുണ്ട്. അപ്പോൾ ഒന്നിലധികം കണ്ടസ്റ്റന്റിനെ ഒരു PR തന്നെ എടുക്കുന്നുണ്ട്. PR എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളത് നിസ്സാര പരിപാടി. ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവർ PR കൊടുത്തിട്ടുള്ള ഒരാൾ, ഫോർ എക്സാമ്പിൾ അനുമോളെ തന്നെ നമുക്ക് എടുക്കാം. അനുമോള് പോസിറ്റീവായിട്ടൊരു സാധനം ചെയ്തു. ഇത് മാസ് ബീജമൊക്കെ കയറ്റി അടിച്ച് കയറ്റി അങ്ങോട്ട് വിട്ടുക. ഇതാണ് PR ഒരു പണി. രണ്ടാമത്തെ പണി, അനുമോൾ ആ വീടിനകത്ത് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തു. ഇവിടെ അതിനെ ഇതുപോലെ തന്നെ സാഡ് ബീജിയോ ഒക്കെ ഇട്ടിട്ട് പുള്ളിക്കാരുടെ കുറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പരിപാടി. കാരണം ഹൗസിനകത്ത് നിൽക്കുന്ന ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നെഗറ്റീവായി കഴിഞ്ഞാൽ നെഗറ്റീവ്, പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പോസിറ്റീവ്. പക്ഷെ പുറത്തുള്ളവന് അതിനകത്തുള്ള ആൾ നെഗറ്റീവ് ആകുമ്പോൾ അതിനെ പോസിറ്റീവ് ആക്കാൻ പറ്റും. അതിനകത്തുള്ള ആൾ പോസിറ്റീവ് ആകുമ്പോൾ പോസിറ്റീവിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പോയ കണ്ടസ്റ്റന്റിൽ എല്ലാവരും PR കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അനീഷ് ഒഴികെ. അനീഷിലേക്ക് നമുക്ക് വരാം. ഈ ബാക്കിയുള്ളവരെല്ലാം PR കൊടുത്തിട്ടുണ്ടെന്ന് പറയാനുള്ള കാരണം, ലക്ഷ്മി അവിടെ ചെന്നല്ലോ. ലക്ഷ്മി അവിടെ ചെന്നിട്ട് ആദ്യം ഈ ആദില നൂറയ്ക്കെതിരെ പുള്ളിക്കാരി ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് നടത്തി. ആ നടത്തിയ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, ഞാൻ വീട്ടിൽ കയറ്റത്തില്ല, ഈ ഒരു സാധനമാണ് പുള്ളിക്കാരി നടത്തിയ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരി ലാലേട്ടന് മുമ്പിൽ ഒരു ഇല്ല മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ഇല്ല മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഇല്ല വെച്ചിട്ട് ഈ വീഡിയോ കാണുന്ന എത്ര പേര് റീല് കണ്ടിട്ടുണ്ടാവും? നമ്മൾ ചിന്തിച്ചോ, ലാലേട്ടനോട് വരെ നെഞ്ചും പിരിച്ച് ഇല്ല പറഞ്ഞ് ചിന്തിച്ചു. അത്രേ ഉള്ളൂ PR. അതിനുശേഷം അതിൽ വന്നിട്ട് അത് ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ, ഓൾവേസ് വെൽക്കം ടു മൈ ഹോം എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞു. അപ്പൊ അത് ചർച്ചയാക്കി കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് നിലപാടില്ലെന്ന് വരും. അതുകൊണ്ട് അതിനെ ചർച്ചയാക്കാതിട്ടു. ഇത്രേ ഉള്ളൂ PR. സാബുമാൻ ഇപ്പൊ നല്ല PR കയറി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിനകത്ത് ചർച്ചയിലേക്ക് വരുമ്പോഴത്തേനും ഈ അനുമോള് മണ്ടിയാണോ അതോ മണ്ടിയായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അഭിനയിക്കുന്ന വഴിയില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. അതായത് ഇന്ന് വരെ ബിഗ് ബോസ് ഹൗസിനകത്ത് പോയ ഒരാള് PR ഉണ്ടെങ്കിൽ പോലും, PR എനിക്ക് തോന്നുന്നു സെക്കൻഡ് സീസൺ മുതലേ പലരും PR കൊടുക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ പോലും എനിക്ക് PR ഉണ്ട് കേട്ടോ എന്ന് സമ്മതിക്കാറില്ല. പക്ഷെ ഈ അനുമോൾ തുടക്കം മുതലേ എനിക്ക് PR ഉണ്ട്, ഞാൻ അപ്പുറത്തെ വീട്ടിൽ ചേട്ടന് PR കൊടുത്തിട്ടുണ്ട്, എനിക്ക് PR ഉണ്ട്, എനിക്ക് പുറത്ത് PR ഉണ്ട്, ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇനിയിപ്പോൾ അനുമോൾ ഇൻ കേസ് വിജയിച്ച് കപ്പ് അടിച്ചു എന്ന് കരുതുക, അനുമോൾക്ക് കപ്പ് കിട്ടി, പുറത്ത് എന്ത് പറയപ്പെടും? PR വെച്ച് കപ്പ് മേടിച്ചതാ, PR കഴിവ് കപ്പ് മേടിച്ചതാ. അനുമോൾ ഇനി ആ കപ്പ് മേടിക്കണ്ട. അനുമോൾ ഇനി ആ കപ്പ് മേടിച്ചിട്ടും വലിയ കഥയൊന്നുമില്ല, PR ക്രെഡിറ്റ്. ഇനി PR അനുമോൾ കപ്പ് മേടിച്ചുള്ള ഗുണം എന്താ? അനുമോൾ തന്നെ പറഞ്ഞു നമ്മൾ PR ആണ് ചെയ്തെന്നുള്ളത്. നമ്മൾ അനുമോൾ ജിന്നെ വിജയിപ്പിച്ച ടീം, നമുക്ക് PR എന്ന് പറയും. അപ്പോൾ ഇതാണ് ഈ PR പരിപാടി. ഇതാണ് അനുമോൾ അവിടെ തുറന്ന് സമ്മതിച്ചത്. അനുമോള് പലരോടായിട്ട് പലതവണ എനിക്ക് PR ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്ബറിനോട് പറഞ്ഞിട്ടുണ്ട്, ഷാനവാസിനോട് പറഞ്ഞിട്ടുണ്ട്, പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് PR ഉണ്ട്, ഞാൻ PR കൊടുത്തിട്ടുണ്ടെന്ന്. പുള്ളിക്കാരി എന്തടിസ്ഥാനത്തിൽ അത് പറഞ്ഞെന്ന് മനസ്സിലായില്ല. ലാലേട്ടൻ ഇതിനു മുമ്പ് വന്ന പല പ്രമോകളിലും നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ സാധനം ഈ PR പരിപാടി പൊളിക്കുക തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ മോർണിംഗ് ടാസ്കിലാണ് ഈ സംസാരം എല്ലാം ഉണ്ടായത്. അപ്പം ബിഗ് ബോസ് ഒരു ടാസ്ക് അങ്ങോട്ട് കൊടുത്തു. ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ 7x7 പണിയാണ് കൊടുത്തത്. ഈ വീട്ടിനകത്ത് PR കൊണ്ട് മാത്രം നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരാളെയും പറയാം, PR ഇല്ലാതെ വന്ന ഒരാളെയും പറയാം എന്നാണ് പറഞ്ഞത്.
ഇപ്പോൾ PR ഉണ്ടെന്ന് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും അനുമോളെ പറഞ്ഞു. ബാക്കിയുള്ള എല്ലാ എണ്ണവും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അമ്മരൊന്നും നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് സമ്മതിക്കത്തില്ല. അനുമോളുടെ അത്രയും മന്ദബുദ്ധികളല്ല. സോ എല്ലാവരും ആ ഒരു പട്ടം അനുമോൾക്ക് വെച്ചാൽ കൊടുത്തു. അനുമോൾക്ക് നല്ല രീതിയിൽ ട്രിഗർ പോയി. സോ ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ വരും PR കേസ് ചോദിക്കും. അനിമളുടെ PR നിങ്ങൾ തീർന്നടാ, നിങ്ങൾ ഇച്ചിരി ബോധവും വിവരമുള്ള ആരുടെയെങ്കിലുമൊക്കെ PR ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വളരെ നല്ലതായി വന്നേനെ. ഇനി നമുക്ക് അനീഷിന്റെ കഥയിലേക്ക് വരാം. എനിക്ക് അനീഷിനെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ, അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിന് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പുള്ളി കോമണറാണ്, പുള്ളിക്ക് ഒരു പ്രത്യേക കഴിവുകളൊന്നുമില്ല, പുള്ളി ബുദ്ധി വെച്ച് മാത്രം കളിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി. ചില കാര്യങ്ങളൊന്നും നമുക്ക് യോജിപ്പില്ല കേട്ടോ. അപ്പോൾ ആദില നൂറ തമാശയ്ക്കാണോ സീരിയസ് ആയിട്ടാണോ എന്ന് അറിയത്തില്ല, അനീഷിന് PR ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആദില നൂറയിലേക്ക് വരാം. ഈ ആദില നൂറ വന്നിട്ട് ഈ ഒരു മോർണിംഗ് ടാസ്കിനകത്ത് PR ഇല്ലാത്തത് ആദിലയ്ക്ക്, ആദില വന്നിട്ട് PR ഇല്ലാത്തത് നൂറയ്ക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ആദില നൂറയുടെ പേജാണ് ഇത്, ആദില നൂറയുടെ പേജ് അത്. ഇതിനകത്ത് ആദില നൂറ 178K ഫോളോവേഴ്സ് ഉണ്ട്. ഇവർ ഓൾറെഡി പോപ്പുലർ ആയിരുന്നിരിക്കൂടെ, കുഴപ്പമൊന്നുമില്ല. ഇവരുടെ ഓൾറെഡി റീൽസ് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഈ പേജിൽ വരുന്നുണ്ട്. സോ ആരോ ഇവർക്ക് വേണ്ടി PR പണി എടുക്കുന്നുണ്ട്. PR എന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കാം, കാശ് കൊടുക്കാതെയും എടുക്കാം. ഓക്കെ, ഒരു ഫ്രണ്ട് എനിക്ക് വേണ്ടി പുറത്തു നിന്ന് അതികഠിനമായിട്ട് പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ PR കൊടുക്കാതെയുള്ള, അല്ല പൈസ കൊടുക്കാതെയുള്ള PR, പൈസ കൊടുത്തിട്ടുള്ള PR ആണെങ്കിൽ പൈസ കൊടുക്കുന്നതിന് അവന്മാർ പണിയെടുക്കും. ഇനി ഇതിനകത്ത് ആദില നൂർ ഒരു സാധനം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് സീസൺ 7 ഏഷ്യാനെറ്റ് ജിയോ ഹോട്ട്സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ബിഗ് ബോസ് സീസൺ 7 ഉണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് PR ഉണ്ട്, നിങ്ങൾ PR ഇല്ല എന്നൊന്നും പറയണ്ട. ഇനി ഇതേപോലെ തന്നെ നമ്മൾ മിസ്റ്റർ അനീഷിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ 41,400 ഫോളോവേഴ്സ്, വേറെ ഒരു എക്സ്ട്രാ പോസ്റ്റ് പോലും അതിനകത്തില്ല. ഈ യൂട്യൂബില് ലോങ് വീഡിയോ, ഒരു 10 മിനിറ്റുള്ള ലോങ് വീഡിയോ ഉണ്ടാക്കുന്നതിന്റെ 10 ഇരട്ടി ഇമ്പാക്റ്റ് ആണ് 30 സെക്കൻഡ് ഉള്ള ഒരു റീൽ ഉണ്ടാക്കുന്നത്. ആ റീലിലൂടെയാണ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ല, നമ്മുടെ എൻഗേജ്മെന്റ് അതാണ് ആ ടൈം. അപ്പൊ പിന്നെ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഇനി ഈ അനീഷിനെ തനിക്ക് PR ഉണ്ടല്ലോടോ, താൻ വയല് കൊടുത്തിട്ടല്ലോടോ PR എടുത്തത് എന്നൊക്കെ പറഞ്ഞത് അനീഷിന് കയറി അങ്ങ് കൊണ്ട്. അപ്പൊ അനീഷ് അതിന്റെ ബിഗ് ബോസിനോട് പറയുന്ന ഒരു സാധനമാണ്, അന്വേഷിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ PR എന്ന് പറയുന്ന സാധനമേ ചെയ്തിട്ടില്ല. ഇവിടേക്ക് വരുമ്പോഴും ഞാൻ അങ്ങനെ PR എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് എനിക്ക് അറിയ പോലുമില്ല. ഇവിടെ വന്നിട്ടാണ് PR-നെ പറ്റിയൊരു സംഭവം അണിയത്തില്ല, അത് വിട്, അത് വേറെ സീൻ. ഇത് ഓൾറെഡി ഈ ബിഗ് ബോസിന്റെ റൂൾ ഉണ്ട്. ഈ ബിഗ് ബോസ് ഇവർ സെലക്ട് ആകുന്ന സമയത്ത് ഇവരെ പറയരുത്, ഇവരെ ഈ കണ്ടസ്റ്റന്റ് ആണെന്ന് പറയരുതെന്നുള്ളത്. പക്ഷേ ഇതുങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതുങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ടാണല്ലോ ഇത് പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരികയും ഇത് അതിനകത്തുനിന്ന് ലീക്ക് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ സംസാരിച്ചിട്ടുണ്ട്. ആയതിനാലാണ് ഇവർ ഹൗസിൽ നിൽക്കുമ്പോഴും ഇവരുടെ ഇവിടെ ഇന്റർവ്യൂ വന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇൻ കേസ് ഹൗസിലേക്ക് പോകുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇൻ കേസ് ഹൗസിൽ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ കുറെ ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇവർ ഓൾറെഡി പലരോടായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഈ PR ടീം ഇവരെ പലരെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കോമണർ ആയിട്ടുള്ള അനീഷിനെ കോൺടാക്ട് ചെയ്യും. പക്ഷെ ഇപ്പൊ അനീഷിന്റെ ബ്രദർ കൊടുത്തു എന്നൊക്കെ പറയുന്നത് ശരിയാണെന്ന് അറിയില്ല കേട്ടോ. അതിൽ അന്ന് കൊടുത്തിട്ടില്ലായിരുന്നു അനീഷ്. അതെന്താണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ സോഷ്യൽ മീഡിയ ആയാലും ഞാൻ അത് ആർക്കും കൊടുത്തിട്ടില്ല. ഇപ്പൊ പറയുന്നത് എന്റെ നെൽകൃഷി പാടം വിറ്റിട്ട് ഞാൻ PR ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണേന്ന് പറയുന്നു. അതുപോലെ എന്റെ ഭൂമി വിറ്റിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്ന് PR ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. ഈ സാഡ് BG ഒക്കെ കേട്ടിട്ട് ഇത് PR ആണോടെ, എനക്കറിയില്ല കേട്ടോ. വെറുതെ ആരോപണങ്ങൾ എന്തിനാണ് ഇവിടെയുള്ള എല്ലാവരും പറയണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ബിഗ് ബോസ് ടീം പോയിട്ട് ഇതൊന്ന് അന്വേഷിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പൊ ബിഗ് ബോസ് ടീം എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അനീഷിന് കൃത്യമായ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് അനീഷ് പറയപ്പെടുന്നത്. ഓക്കെ, ഇതിനകത്ത് അനുമോളുടെ PR 16 ലക്ഷം എന്നാണ് പറയുന്നത്. ഈ 14 ലക്ഷം എന്ന് പറയുന്നത് അനുമോൾക്ക് അതിനകത്ത് വലിയൊരു എമൗണ്ട് റെമ്യൂണറേഷൻ കാണും. ഒരു ദിവസത്തിന് ഇത്ര രൂപ എന്ന് വെച്ചിട്ട് കാണും. അതോടൊപ്പം തന്നെ പ്രൈസ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ 50 ലക്ഷത്തിന്റെ ടാക്സ് എല്ലാം പോയിട്ട് 35 ലക്ഷം 36 ലക്ഷം ആയിട്ട് കിട്ടും. അതിനൊരു 16 ലക്ഷം രൂപ കൊടുക്കുന്നതിന് അനുമോൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണത്തില്ല. സോ അത് ശരിയാണെന്ന് അറിയില്ല. അതിന്റെ അനുമോള് തന്നെ എനിക്ക് PR ഉണ്ട് കേട്ടോ, അതിലോട്ട് എടുത്തുമ്പോ PR ഉണ്ട്, എനിക്ക് PR ഉണ്ട്, അറിയോ എനിക്ക് PR ഉണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പൊ ഈ PR എടുക്കുന്ന അണ്ണന്മാര് ശരി ബുദ്ധിയും വിവരമുള്ളവർക്കൊക്കെ കൊണ്ട് PR കൊടുക്കുക കേട്ടോ. അനുമോൾക്ക് ഈ PR ഒന്നും ആവശ്യമില്ലായിരുന്നു. അല്ലാതെ തന്നെ പുള്ളിക്കാരി എന്നെ ഇത് കണ്ടന്റ് മേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ PR ഒക്കെ കൊടുത്തൊന്നും ഒരു പിടിയില്ല.
എന്തായാലും PR വളരെ അത്യാവശ്യ ഘടകമാണ്. പക്ഷേ PR ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവനെ അടിച്ച് തറമട്ടമാക്കാൻ ഈ PR ചെയ്യും. നമ്മളാൾ കയറുക മാത്രമല്ല മറ്റവന്റെ ആൾ താഴെ പോവുകയും വേണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അതാണ് അതിനകത്ത് പ്രശ്നം. സോ ഇതിനകത്ത് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് എടുക്കുക. ഈ മുൻകൂട്ടി ഇന്റർവ്യൂ കൊടുത്തിട്ട് പോകുന്നു, ഇത് ഓൾറെഡി ഡിസ്ക്ലോസ് ചെയ്യുന്ന പുല്ലിനെ എല്ലാം പറഞ്ഞു വിടണം അടുത്ത സീസൺ തൊട്ട്. ഇതൊന്നും അറിയാത്ത കറപ്റ്റഡ് അല്ലാത്തൊരു ടീം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തുന്ന വീഡിയോ കാണുന്നത്. ബൈ.